പ്രിയ സഹോദരനെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പറയാൻ സർവശക്തനായ യേശു രാജാവ് എന്നെ വീണ്ടും അനുവദിച്ചിനോർത്ത് യേശു ക്രിസ്തുവിന് നന്ദി സ്തുതി സമർപ്പിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ ശക്തമായിട്ട് ലോകത്ത് നടക്കുന്ന ചില വാർത്തകളെക്കുറിച്ചും അയൺ ബീമിനെക്കുറിച്ചും ഇസ്രായേലിൻ്റെ യുദ്ധത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ഇപ്പോൾ ലോകത്തിലെ എല്ലാ രാഷ്ട്രീയ ശക്തികളും ലോകരാഷ്ട്രങ്ങളെല്ലാം അവരുടെ ആധുനിക യുദ്ധോപകരണങ്ങൾ ഉപയോഗിച്ചും രാഷ്ട്രീയ ഇച്ഛാശക്തി വെച്ചും സാമ്പത്തിക ശേഷി വെച്ചും ആൾബലം വെച്ചും ടെക്നോളജി വെച്ചും ബുദ്ധിപരമായ നീക്കങ്ങൾ വെച്ചും പട്ടാളത്തെ വെച്ചും എല്ലാം എങ്ങനെ ഇസ്രായേലിനെ തോൽപ്പിക്കാം, എങ്ങനെ ഇസ്രായേലിനെ നശിപ്പിച്ചെടുക്കാം, എങ്ങനെ ഇസ്രായേലിനെ ഇല്ലാതാക്കാം എന്നുള്ള ഒരു ചർച്ചയിലും പ്രവൃത്തിയിലും കാഴ്ചപ്പാടിലും പഠനത്തിലുമാണ് ഇപ്പോൾ ഉള്ളത്. പ്രിയപ്പെട്ടവർ, ഇവിടെ നമ്മളൊരു സത്യം മനസ്സിലാക്കേണ്ടത്, ഇസ്രായേൽ എന്ന രാഷ്ട്രം പെട്ടെന്ന് മുളച്ചും കൊണ്ടായി വന്നതല്ല. ഇസ്രായേൽ എന്ന രാഷ്ട്രം ഒരു സുപ്രഭാതത്തിൽ ഇങ്ങോട്ട് കയറി വന്നതല്ല. ഇസ്രായേൽ എന്ന രാഷ്ട്രം 1948-49 കാലഘട്ടങ്ങളിലാണ് വീണ്ടും ശക്തി പ്രാപിച്ചത്, രൂപപ്പെട്ടത്. എന്നിരിക്കലും ഇസ്രായേൽ എന്ന രാഷ്ട്രം യുഗങ്ങൾക്കപ്പുറം മുതലേ ഉള്ളതാണ്. കാരണം അത് പിതാവായ ദൈവം യഹോവ എന്ന സത്യദൈവം, ഏകസത്യമായ ഏകദൈവം ഇസ്രായേലിനെ വിളിച്ച് മാറ്റി നിർത്തി അവർക്ക് പ്രത്യേക രാഷ്ട്രം കൊടുത്ത്, പ്രത്യേക വംശമാക്കി, പ്രത്യേക ഭാഷ കൊടുത്ത്, പ്രത്യേകമായിട്ട് അനുഗ്രഹിച്ച്, പ്രത്യേക നിയമാവലി കൊടുത്ത്, പ്രത്യേക പുരോഗതി ഒരുക്കി, അങ്ങനെ പ്രത്യേകമായ ഒരു ലോകരാഷ്ട്രമായിട്ട് കർത്താവായ ദൈവം, പിതാവായ ദൈവം തന്നെ, സർവശക്തനായ ദൈവം തന്നെ തിരഞ്ഞെടുത്ത് വളർത്തി പരിപാലിച്ചു കൊണ്ടുവന്ന ഒരു രാഷ്ട്രമാണ് ഇസ്രായേൽ. ആ ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ പെട്ടെന്ന് കയറി അറ്റാക്ക് ചെയ്ത് ആർക്കെങ്കിലും നശിപ്പിക്കാമെന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ബുദ്ധിശൂന്യമായി പോകുമെന്ന് മാത്രമേ ഇപ്പോൾ എനിക്ക് പറയാനുള്ളൂ. പ്രിയപ്പെട്ടവരെ, എന്നാൽ നമുക്ക് ഇസ്രായേലിനെ തോൽപ്പിക്കാനുള്ള എന്തെങ്കിലും ഒരു രഹസ്യ വഴി, അല്ലെങ്കിൽ ഇസ്രായേൽ തോൽപ്പിക്കാൻ എന്തെങ്കിലും ഫോർമുല, അല്ലെങ്കിൽ ഇസ്രായേൽ തോൽപ്പിക്കാൻ എന്തെങ്കിലും ഒരു സംവിധാനം നിലവിലുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ചർച്ചയും പഠനവും. എൻ്റെ വ്യക്തിപരമായ രീതിയിൽ പറയുകയാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇസ്രായേലിനെ ഏറ്റുമുട്ടി തോൽപ്പിക്കുക എന്ന് പറഞ്ഞത് അസാധ്യമാണ്. ഒരു പട്ടാള ശക്തി ഉപയോഗിച്ച് തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ സാധ്യമല്ല. ഇനി റഷ്യയുടെ ചൈനയുടെ ഒക്കെ ഒരു 10 ആണവ മിസൈൽ ഈ ചക്കുകുരു പോലുള്ള രാഷ്ട്രത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യാം, പെട്ടെന്ന് ഇസ്രായേൽ രാഷ്ട്രം ഭൂമടത്തുനിന്ന് അപ്രത്യക്ഷമാവും എന്ന് വിചാരിച്ചൊരു 10 ആണവ മിസൈലും കിട്ടാലോ, അത് നടക്കില്ല. അത് ഇവിടെ വന്ന് പൊട്ടുന്നതിന് മുമ്പ് ഇവരുടെ ആണവ മിസൈൽ അവിടെ പോയി പൊട്ടും. അങ്ങനെയുള്ള സംവിധാനമെല്ലാം അവർ വളരെ വ്യക്തമായ, അതായത് ഇസ്രായേലിൻ്റെ ബുദ്ധി എന്ന് പറയുന്നത് ഒരു മാനുഷിക ബുദ്ധിയല്ല. ഇസ്രായേലിൻ്റെ ശക്തി എന്ന് പറയുന്നത് ഒരു മാനുഷിക ശക്തിയല്ല. ഇസ്രായേലിൻ്റെ മന്ത്രിസഭ എന്ന് പറയുന്നത് ഒരു മാനുഷിക മന്ത്രിസഭയല്ല. ഒരു ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസ് ശക്തി എന്ന് പറയുന്നത് ഒരു മാനുഷികമായ ചില ചട്ടക്കൂടുള്ള കാഴ്ചപ്പാടുകളല്ല. മറിച്ച് അതിൻ്റെ പിന്നിൽ ഒരു ആത്മാവുണ്ട്. ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിൻ്റെ പിന്നിൽ ഒരു ആത്മാവുണ്ട്, ഒരു ദൈവമുണ്ട്, ഒരു ശക്തിയുണ്ട്, ഒരു ജ്ഞാനമുണ്ട്. ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ മുന്നോട്ട് നയിക്കാൻ ഒരു പിതാവായ ദൈവമുണ്ട്. ആ പിതാവായ ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. ആ ആത്മാവിൻ്റെ ശക്തിയുണ്ട്. ആ ഇച്ഛാശക്തിയിൽ ലിഖിത രൂപമായ ഹീബ്രു രൂപത്തിൽ എഴുതിയ പഴയ നിയമ ഗ്രന്ഥമുണ്ട്. അതിന് ബൈബിൾ ഭാഷ പറഞ്ഞാൽ പഴയ നിയമമെന്നും ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞാൽ പുതിയ നിയമമെന്നും ഒക്കെ നമുക്ക് പറയാം. അങ്ങനെ എങ്ങനെ നോക്കിയാലും, എപ്പോൾ നോക്കിയാലും, ഏത് രീതിയിൽ നോക്കിയാലും, ആരൊക്കെ തല്ലാൻ നോക്കിയാലും, തച്ചുടയ്ക്കാൻ നോക്കിയാലും അല്പം ക്ഷതം പറ്റുകയും മുറിവ് പറ്റുകയും ഒക്കെ ചെയ്യുന്ന രാഷ്ട്രമാണ് ഇസ്രായേൽ. എന്നാൽ ഈ ഭൂമുഖത്തു നിന്ന് ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ തച്ചുടയ്ക്കാം, നശിപ്പിക്കാം, ഇല്ലായ്മ ചെയ്യാം എന്ന് വിചാരിച്ചാൽ അത് നടക്കാത്തൊരു സംഭവമാണ്. ഒരിക്കലും നടക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ ലോകം പോലില്ല. കാരണം ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിൽ നിന്നാണ് ബാക്കി വംശം പിറന്നത്, രാജ്യങ്ങൾ പിറന്നത്, ഭാഷകളുണ്ടായത്, എല്ലാം ഇസ്രായേൽ എന്ന രാഷ്ട്രമാണ്. എന്നാൽ ഇവിടെ ഇസ്രായേലിനെ തോൽപ്പിക്കണം എന്ന് ഏതെങ്കിലും ഒരു രാഷ്ട്രമോ ഒരാശയമോ ഒരു ടീമോ ഒരു ശക്തിയോ ഇച്ഛിക്കുന്നുണ്ടെങ്കിൽ, ഇച്ഛാശക്തി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ഇസ്രായേൽ തോൽപ്പിക്കാനുള്ള ഒരേ ഒരു ഫോർമുല ഏതാണെന്ന് ആർക്കെങ്കിലും അറിയാമോ? പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും എൻ്റെ ചിന്തിച്ചിട്ടുണ്ടോ? ആർക്കെങ്കിലും അറിയാമോ? ഇനി അറിയത്തില്ലെങ്കിൽ ഞാൻ അതങ്ങ് പറയാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇസ്രായേലിനെ തോൽപ്പിക്കാനുള്ള ഒരേ ഒരു മാർഗം ഇസ്രായേലിനെ സ്നേഹിക്കുക എന്നുള്ളത് മാത്രമാണ്. ഐ ലവ് യു ഇസ്രായേൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേലിന് കൈ കൊടുത്താൽ ആ കരങ്ങളിൽ കയറി പിടിക്കാൻ കഴിവുള്ള ജ്ഞാനമുള്ള ഒരു വ്യക്തിയാണ് ബെഞ്ചമിൻ നെഹത്യാവ് അഥവാ ഇസ്രായേൽ ഭരണകൂടം. നിങ്ങൾ പരീക്ഷിച്ച് നോക്കാൻ പറ്റുമെങ്കിൽ പരീക്ഷിച്ച് നോക്കി. ഇസ്രായേലിനോട് ഏറ്റുമുട്ടി നേർക്കുനേരെയോ ഒളി രീതിയിലോ യുദ്ധം ചെയ്ത് നശിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ
നടക്കില്ല. മറിച്ച് ഇസ്രായേലിനെ സ്നേഹിച്ച് തോൽപ്പിക്കാം, ഇസ്രായേലിനെ ബഹുമാനിക്കാം. ഐ ആം റെസ്പെക്ട് അബൌട്ട് ദ ഇസ്രായേൽ. ഇസ്രായേലെ ഞാൻ നിങ്ങളെ ബഹുമാനിക്കുന്നു, ഇസ്രായേലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, ഇസ്രായേലെ ഞാൻ നിങ്ങളെ അംഗീകരിക്കുന്നു, ഇസ്രായേലെ ഞാൻ നിങ്ങളോട് സൗഹൃദം കൂടാൻ ആഗ്രഹിക്കുന്നു, ഇസ്രായേലെ ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു, ഇസ്രായേലെ ഞാൻ നിങ്ങളെ ആഗ്രഹിക്കുന്നു, ഇസ്രായേലെ നിങ്ങളുടെ ഭൂപ്രകൃതി, നിങ്ങളുടെ കൃഷി, നിങ്ങളുടെ ടെക്നോളജി, നിങ്ങളുടെ ബുദ്ധിസാമർഥ്യം, നിങ്ങളുടെ ശക്തി, നിങ്ങളുടെ നിയമങ്ങൾ, നിങ്ങളുടെ നിയമാവലികൾ, നിങ്ങളുടെ പഴയ നിയമ ഗ്രന്ഥത്തിലെ ഹീബ്രു മൂലങ്ങൾ, പിതാവായ ദൈവത്തിൻ്റെ പേര് യാഹ്വേ, യഹോവ, അങ്ങനെ എങ്ങനെ നോക്കിയാലും ഏത് രീതി നോക്കിയാലും സർവശക്തനായ പ്രപഞ്ച സൃഷ്ടാവായ ആ ദൈവത്തിൻ്റെ ശക്തി, കരങ്ങൾ പിന്നിലും മുമ്പിലും മുകളിലും അനുഗ്രഹമായും ടെക്നോളജിയായും സമ്പത്തായും ഭരണശിരാകേന്ദ്രമായും മൊസാദായും പട്ടാള ശക്തിയായാലും എങ്ങനെ നോക്കിയാലും സർവശക്തനായ ദൈവത്തിൻ്റെ തണലിൽ വസിക്കുന്ന ഒരു രാഷ്ട്രമാണ് ഇസ്രായേൽ. ആ ഇസ്രായേലിനെ തോൽപ്പിക്കാൻ ഒരേ ഒരു വാക്യം, ഒരേ ഒരു ഫോർമുലയുള്ളൂ: ഐ ലവ് യു ഇസ്രായേൽ. പ്രിയ സഹോദരങ്ങളെ, സ്നേഹിച്ചു നോക്കി ഇസ്രായേലിനെ, എന്ന് സ്നേഹിച്ച് ബഹുമാനിച്ചു നോക്കി ഇസ്രായേലിനെ. ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കുന്ന, ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ അലിഞ്ഞു തീരുന്ന, ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ ശൂന്യമായി തീരുന്ന, ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ അംഗീകാരം കൊടുക്കുന്ന, ആ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി തൻ്റെ ജീവനോ ജീവിതമോ കൊടുക്കുന്ന ഒരു രാജ്യമുണ്ടെങ്കിൽ അത് ഇസ്രായേൽ എന്ന രാഷ്ട്രം മാത്രമേ ഉള്ളൂ. അത് മനസ്സിലാക്കണമെങ്കിൽ അങ്ങനെ സ്നേഹിച്ചു നോക്കണം. സ്നേഹം കൊടുത്താൽ നമുക്ക് ഏതൊരു വ്യക്തിയെ തോൽപ്പിക്കാം എന്നതുപോലെ ഇസ്രായേലിൻ്റെ രാഷ്ട്രത്തെ തോൽപ്പിക്കാൻ ഒരൊറ്റ ഫോർമുലയെ ബൈബിൾ പ്രകാരമുള്ളൂ, പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിയാവുള്ളൂ. മറ്റൊരു രീതിയിലും അവരെ തോൽപ്പിക്കുക സാധ്യമല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എനിക്ക് വ്യക്തിപരമായ കാഴ്ചപ്പാടിലും വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാലും, ഇസ്രായേലെ, നീ എൻ്റെ പൊന്നോമന കുട്ടനല്ലേ, ഞാൻ നിന്നെ ഓരോ നിമിഷവും ഓർമ്മിക്കുന്നു, നീ എൻ്റെ മകനല്ലേ, ഞാൻ നിൻ്റെ ദൈവമല്ലേ, നീ കരയരുത്, ഞാൻ നിൻ്റെ കണ്ണുനീരൊപ്പുന്ന ദൈവമാണ്, ഞാൻ ഭയപ്പെടണ്ട, നീ വിഷമിക്കണ്ട, നീ പേടിക്കണ്ട, ഞാനാണ് നിൻ്റെ ദൈവം, നീ പിന്തിരിഞ്ഞ് നോക്കണ്ട, ഞാനാണ് നിൻ്റെ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് നയിച്ചു കൊണ്ടുവന്ന ആ ദൈവ സ്നേഹത്തിൻ്റെ പാല്, നൈർമല്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ പാല്, ആ ആത്മീയ പാല്, ആ പരിശുദ്ധാത്മ പാല് ആവോളം ഊറ്റിക്കുടിച്ച് തഴച്ചു വളർന്ന സർവശക്തനായ ദൈവത്തിൻ്റെ മഹത്വത്തെ അംഗീകരിച്ച് ഇത്രമാത്രം വളർന്ന് ഇത്രമാത്രം ടെക്നോളജിക്കലായിട്ട് ഈ ലോകത്തിൻ്റെ മുമ്പിൽ ഈ കുഞ്ഞു രാഷ്ട്രം തലയുയർത്തി പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഏത് കരമാണുള്ളതെന്ന് ചിന്തിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ പ്രിയ സഹോദരനെ? അതുകൊണ്ട് തന്നെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം ആവോളം നുണഞ്ഞ ഒരു കുഞ്ഞു പൈതലാണ് ഇസ്രായേൽ എന്ന നിലയിൽ ആ ഇസ്രായേലിന് ഒരല്പം സ്നേഹം കൊടുത്താൽ, അല്പം ബഹുമാനം കൊടുത്താൽ, ഒരു അംഗീകാരം കൊടുത്താൽ, ഒരു ആദരവ് കൊടുത്താൽ, ഒരു 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 സൗഹൃദം കൊടുത്താൽ, അവിടെ ഇസ്രായേൽ നിങ്ങളുടെ മുമ്പിൽ കരങ്ങൾ കൂപ്പും. ആരുടെ മുമ്പിലും കരങ്ങൾ കൂപ്പും. അല്ലെങ്കിൽ നമുക്ക് ആശ്രയിക്കേണ്ടി തരും. അതേ ഇസ്രായേലിലെ ഏത് ഭരണാധികാരികൾ കാണാനും, ഏത് ഭരണാധികാരി, പിന്നെ ബെഞ്ചമിൻ നഫ്താലി ബെന്നറ്റ് എന്നല്ല, ആരുമായിക്കൊള്ളട്ടെ, ഇസ്രായേലിൻ്റെ വ്യക്തി ആരുമായിക്കൊള്ളട്ടെ, പ്രിയപ്പെട്ടവരെ, സ്നേഹിച്ചു നോക്ക്, സ്നേഹിച്ച് കീഴ്പ്പെടുത്താൻ പറ്റും. അതല്ലാതെ ഏറ്റുമുട്ടി ഇസ്രായേലിനോട് നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു ലോകത്തെ രാഷ്ട്രങ്ങൾക്കും ചെയ്തു തീർക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇനി അമേരിക്ക മുഴുവനും വന്നാലും ലോകരാഷ്ട്രങ്ങൾ മുഴുവനും ഇസ്രായേലിനെതിരെ വരുമെന്ന് അങ്ങനെ എഴുതി എടുത്തിട്ട് കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞല്ലോ, ആകാശത്തെ മറയ്ക്കുന്ന മേഘത്തെ പോലെ ഞാൻ നിനക്കെതിരെ സൈന്യത്തെ അയക്കും. അത് ദൈവം തന്നെയാണ് അയക്കുന്നത്, ദൈവം തന്നെയാണ് ഇങ്ങോട്ട് കൊണ്ടിരുന്നത്. എന്തിനു വേണ്ടി? അതിൻ്റെ പേരിൽ ദൈവത്തിന്, സർവശക്തനായ ദൈവത്തിന്, പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിന്, ഇസ്രായേൽ എന്ന ആ രാഷ്ട്രത്തെ സൃഷ്ടിച്ച യഹോവയ്ക്ക്, മനുഷ്യനേക്ക് ജന്മം കൊടുത്ത ആ യഹോവയ്ക്ക്, ആ ഞാൻ തന്നെ എന്ന് പറഞ്ഞ ആ സർവശക്തനായ ദൈവത്തിന്, ആ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം, യേശു ക്രിസ്തു ലോകത്തെ സ്നേഹിച്ചതുപോലെ നമ്മൾ ഇസ്രായേലിനെ സ്നേഹിച്ചു നോക്ക്. അവരുടെ ജീവിതശൈലി ഒന്ന് അനുവർത്തിച്ച് നോക്ക്, അവരുടെ നിയമങ്ങളും നിയമാവലികളും ഒന്ന് അനുസരിച്ച് നോക്ക്. ലോകത്തിൻ്റെ മുമ്പിൽ ഇസ്രായേൽ ഒരു ശിശുവായി മാറും നമുക്ക് കാണാൻ പറ്റും. അത്രമാത്രം സ്നേഹം കൊടുത്താൽ ആ സ്നേഹത്തിൻ്റെ അളവ് തിരിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരേ ഒരു രാഷ്ട്രമുണ്ടെങ്കിൽ അത് ഇസ്രായേൽ മാത്രമുള്ളൂ എന്നാണ് എനിക്ക് നിങ്ങൾ പറയാനുള്ളത്. അതുകൊണ്ട് ഇസ്രായേലിനെ തോൽപ്പിക്കണം എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ഐ ലവ് യു ഇസ്രായേൽ, ഐ ആം റെസ്പെക്റ്റ് യു എന്നൊന്ന് പറഞ്ഞാൽ അവിടെ കീഴടങ്ങുക തന്നെ ചെയ്യും. അതല്ലാതെ മറ്റു രീതിയിൽ ഇസ്രായേൽ തോൽപ്പിക്കാൻ സാധ്യമല്ല. അതിനെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഈ ഒരു കുഞ്ഞു സന്ദേശം തന്നുകൊണ്ട് ഇന്ന് നമ്മൾ ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കാനും ഇസ്രായേലിനെ സ്നേഹിക്കാനും നമുക്കൊക്കെ ലോകത്തിന് മുഴുവൻ കഴിയട്ടെ. അല്ലാതെ അടിച്ചമർത്തുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് സ്നേഹിക്കുകയാണ് വേണ്ടെന്ന സന്ദേശം
ദൈവത്തിൻ്റെ സ്നേഹമാണ്, ദൈവസ്നേഹമാണ് നമ്മൾ കൊടുക്കേണ്ടത്. ദൈവസ്നേഹമാണ് തിരിച്ചു വാങ്ങേണ്ടത്, ദൈവസ്നേഹമാണ് തിരിച്ചു കൊടുക്കേണ്ടത്. അങ്ങനെ ദൈവത്തിൻ്റെ രാജ്യം, ആ ദൈവിക മഹത്വം ഭൂമിയിൽ വന്നാൽ അത് സന്തോഷമായി, സമാധാനമായി, പ്രശ്നരഹിതമായി മുന്നോട്ട് പോകാൻ സാധിക്കും. അതിനായി കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഓരോരുത്തരും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.